ഇതിനു മുമ്പും ഒന്ന് രണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. യൂണിയന്റെ ജനറൽ സെക്രട്ടറി CPL-ലും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദാസ് ബിജുവാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ജൂൺ 10 മുതൽ 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ വരെ 15 വരെ അല്ലെ 25 വരെ 15 ദിവസം തുടർച്ചയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രതിഷേധ ധർണ നടത്തുകയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് CIT അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടന 15 ദിവസം സമരം നടത്താൻ നിർബന്ധിതനായി എന്നതാണ് സത്യം. ഇന്നലെ ഉച്ചയ്ക്ക് മോട്ടോർ കോൺഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ MLA-യുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സംഘടനയുടെ ഞാനും നമ്മുടെ യൂണിയൻ ട്രഷറർ B. ദിവാകരൻ, യൂണിയൻ സംസ്ഥാന ഭാരവാഹികളായ ദാസ് ബിജു, ഷിജു എബ്രഹാം, ഞങ്ങൾ 5 പേര് കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഗതാഗത മന്ത്രിയുമായി ഒരു ചർച്ച നടത്തി. ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നമ്മുടെ 4 ആവശ്യങ്ങൾ, പ്രധാന 4 ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധ ധർണാ സമരം ആരംഭിച്ചത്. ആ 4 ആവശ്യങ്ങളിലും ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ ആ തീരുമാനങ്ങൾ ഉണ്ടായെങ്കിലും അതിന്റെ സർക്കുലർ ഓർഡർ ഇറങ്ങാത്തത് കൊണ്ടാണ് ഇന്നലെ നിങ്ങളെ അറിയിക്കാത്തത്. അപ്പൊ അതില് ഒന്നാമത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം നിങ്ങൾക്കറിയാം, മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കിൽ തന്നെ 2.25 ലക്ഷം ലൈസൻസ് അപേക്ഷകൾ പെൻഡിങ്ങിലാണ്. ആ പെൻഡിങ് കിടക്കുമ്പോഴാണ് കേരളത്തിലെ ഒരു എം പി എന്ന് പറഞ്ഞ യൂണിറ്റ്, MPയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 AMPമാരും 1 MP അടങ്ങുന്നതാണ് ഒരു യൂണിറ്റ്. ഒരു യൂണിറ്റ് ഡെയിലി 60 ടെസ്റ്റ് വീതം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ 2.25 ലക്ഷം പെൻഡിങ് വന്നത്. അത് നമ്മുടെ ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം 30 കുറച്ചു, പിന്നീട് 40 വർദ്ധിപ്പിച്ചു. അപ്പൊ ആ 2.25 ലക്ഷം എന്ന് പറഞ്ഞാൽ പെൻഡിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഫെയില് വരുന്ന കണക്കൂടെ എടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മാറും ലൈസൻസ് പെൻഡിങ്. ഈ ലൈസൻസ് പെൻഡിങ്ങിന്റെ ഒരു സീരിയസ് ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ നമ്മുടെ സാധാരണ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന, അവരുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഈ ലൈസൻസ് പെൻഡിങ് വരുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം നിങ്ങളിൽ ഒരാളായാലും 18 വയസ്സ് കഴിയുമ്പോൾ ഒരു ലൈസൻസിന് വേണ്ടി ഇന്ന് അപേക്ഷ കൊടുക്കാത്ത ആരും നമ്മളെ വീടുകളിലില്ല. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും 18 വയസ്സാവണ കാത്തിരിക്കും ഒരു ലൈസൻസ് അപേക്ഷ കൊടുക്കാൻ, ഒരു സ്കൂട്ടർ ലൈസൻസോ 2 വീലർ ലൈസൻസോ എടുക്കാൻ. അപ്പൊ ഈ ലൈസൻസ് കൊടുക്കുന്ന ഒരു അപേക്ഷാർത്ഥിയെ ഒരു 40-45 ദിവസം, പരമാവധി 2 മാസം കൊണ്ട് അദ്ദേഹത്തെ, ആ കുട്ടിയെ ടെസ്റ്റിന് സജ്ജമാക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരാണ്. ആ സജ്ജമാക്കി നിർത്തിയ 2.5 ലക്ഷം പേരാണ് പെൻഡിങ് ലൈസൻസ് എന്ന് പറയുന്നത്. ആ 2.5 ഓരോരുത്തരെ ടെസ്റ്റിന് സജ്ജമാക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കൊടുക്കുന്ന ഫീസിലെ ഏകദേശം നിങ്ങൾ ഡീസലും പെട്രോളും ഒക്കെ അഴിച്ച് നമ്മളെ ഇൻസ്ട്രക്ടറെയൊക്കെ വെച്ച് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ പ്രാപ്തരാക്കുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റിന് കയറാൻ പറ്റുന്നില്ല. കാരണം നിലവിലെ സ്ഥിതി അനുസരിച്ച് ടെസ്റ്റിന് ഡേറ്റ് ഇല്ല. അപ്പൊ നിങ്ങൾ 2 മാസം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് തരണം. അത് സ്കൂളുകാരാണ്. അപ്പൊ സ്കൂളുകാരന് ഇപ്പോഴത്തെ ഇതിൽ ബാധ്യത കുമിഞ്ഞുകൂടുകയാണ്. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ വായിക്കുമ്പോൾ, പത്രത്തിലൊക്കെ വായിക്കുമ്പോൾ 2.5 ലക്ഷം അപേക്ഷ കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഇവിടുത്തെ കേരളത്തിലെ പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഒരു ജീവിതം വഴിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പത്രവാർത്തകളിലൊക്കെ അത് കൊണ്ടുവരണം. അല്ലാതെ സർക്കാരിന് 2.5 ലക്ഷം അപേക്ഷ കിട്ടിക്കിടന്ന അവർ 2.5 ലക്ഷം പേരും സർക്കാരിനൊക്കെ എതിരാവും.
അതിനേക്കാൾ ഉപരി ഡ്രൈവിംഗ് സ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എന്ന് പറയുന്ന ഈ 2.5 ലക്ഷം അപേക്ഷയിൽ കിടക്കുകയാണ്. അതിനൊരു മാറ്റം വരുത്തണം. ആ പഴയ സ്ഥിതി 60 എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രധാന ആവശ്യമായിരുന്നു. പക്ഷെ ആ ആവശ്യത്തിൽ ആ പുനഃസ്ഥാപിക്കുന്നത് സാധിക്കില്ലെന്നും ഹൈക്കോടതിയിൽ കൊടുത്ത പെറ്റീഷനിൽ 40 എണ്ണേ പാടുള്ളൂ എന്നുള്ള സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടെന്നും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി നമ്മുടെ ഇന്നലത്തെ യോഗത്തിൽ അറിയിച്ചു. കോടതിയിൽ ഇത് കൊടുക്കാൻ കാരണം, കോടതിയിൽ ഈ നിർദ്ദേശം കൊടുക്കാൻ കാരണം ചില സംഘടനകൾ, ഡ്രൈവിംഗ് സ്കൂളുകൾ മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കുന്ന സംഘടനകളെന്ന് പറയാൻ ഒക്കില്ല. കാരണം കേരളത്തിലെ കോടതികളിൽ നിന്ന് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് നീതി ലഭിക്കില്ല എന്ന ഉറച്ച വിശ്വാസമുള്ളവരാണ് CITU സംഘടനക്കാർ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ കോടതിയെ ഈ വിഷയങ്ങളിൽ സമീപിക്കാത്തത്. ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ സർക്കാരിനോട് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ സാധിക്കും എന്ന ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ കോടതിയെ സമീപിക്കാത്തത്. അപ്പൊ ഇപ്പം നമ്മുടെ ചില സഹോദര സംഘടനകൾ കേസുകൾ, 1-2 കേസുകൾ കോടതി കൊടുത്തിരിക്കുകയാണ്. അതിൽ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകാർ പെട്ടുപോയിരിക്കുകയാണ് അവർ നിമിത്തം. ആ കേസുകളുടെ ഭാഗമായി ആ കേസുകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി 40 പേരുടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് അതിൽ തൽക്കാലം ഭേദഗതി വരുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ആവശ്യത്തിന് ഒരു പരിഹാരം എന്ന രീതിയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിൽ നിന്നും ഒരു ME-യുടെ യൂണിറ്റിന് 3000-ന് മുകളിൽ പെൻഡിംഗ് ലൈസൻസ് അപേക്ഷയുള്ള എല്ലാ ജോയിന്റ് RT ഓഫീസിലും, കേരളത്തിലെ ഏകദേശം എല്ലാ ഓഫീസുകളും അതിന്റെ ഇതിൽ വരും. കാരണം ഈ 2.5 ലക്ഷം അപേക്ഷ കെട്ടിക്കിടക്കുന്നത് കേരളത്തിലെ 86 ഓഫീസുകളിൽ കൂടെയാണ്. അപ്പൊ ഓരോ ഓഫീസിലും 10,000-കണക്കിന് ഇത് വരും. മലപ്പുറത്തൊക്കെ 20,000-ന് മുകളിലാണ് ഓരോ ഓഫീസിലും പെൻഡിംഗ് ഉള്ളത്. അപ്പൊ ആ പെൻഡിംഗ് ഉള്ള ഓഫീസുകളിൽ ഒരു ME-യുടെ ഒരു യൂണിറ്റിന് പുതുതായി അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ 2 ME-മാർ 40, 80 ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ മൂന്നാമത് ഒരു ME കൂടെ വരുമ്പോൾ 40 എണ്ണം കൂടെ വർദ്ധിക്കും. ആ രീതിയിൽ എത്രയും പെട്ടെന്ന് ഈ പെൻഡിംഗ് അപേക്ഷകൾ തീർത്തു തരാമെന്ന് ഗതാഗത മന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ പ്രധാന ആവശ്യം, നിങ്ങൾക്കറിയാം, ഓട്ടോറിക്ഷകൾക്ക് പോലും കേരളത്തില് 22 വർഷം കാലപരിധിയുണ്ട്, കാലപ്പഴക്കം അനുവദിച്ചിട്ടുണ്ട്. നമ്മളെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ അത് 18 വർഷമായി ചുരുക്കി. അതൊരിക്കലും ഞങ്ങൾക്ക് അനുവദിക്കാൻ ഒക്കില്ല. കാരണം ഡ്രൈവിംഗ് സ്കൂളിലെ ഓരോ വണ്ടികളും അന്നന്ന് പണികൾ ചെയ്ത് ഫ്രഷായി വച്ചിരിക്കുന്ന വണ്ടികളാണ്. അതുമായിട്ട് ഒരു വണ്ടികളും 25-30 കിലോമീറ്റർ അപ്പുറം സ്പീഡിൽ ഓട്ടിക്കുന്ന വണ്ടികളല്ല, പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വണ്ടികളാണ്. ആ വാഹനങ്ങൾക്ക് 22 വർഷം പോലും ഒരു പരിധിയല്ല, ഒരു 25 വർഷവും ആക്കി തരണമെന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ രാജ്യത്തെ നിയമം അനുസരിച്ച് ഓട്ടോറിക്ഷകൾക്ക് അനുവദിച്ചിട്ടുള്ള 22 വർഷം ഞങ്ങൾക്ക് അനുവദിക്കണമെന്ന് ഞങ്ങളുടെ ഒരു പ്രധാന ആവശ്യമായിരുന്നു. ആ ആവശ്യം ഗതാഗത മന്ത്രി ഇന്നലെ അംഗീകരിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഒരു പ്രധാന ആവശ്യമാണ് ഇൻസ്ട്രക്ടർ. ഇന്ത്യൻ മോട്ടോർ വാഹന നിയമത്തിൽ, ഞാൻ മുമ്പ് പത്രസമ്മേളനം നടത്തിയപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ മോട്ടോർ വാഹന നിയമത്തിൽ ഒരു ഇൻസ്ട്രക്ടർ ഡ്രൈവിംഗ് സ്കൂളിൽ ഉണ്ടാകണമെന്നാണ് നിയമം. പക്ഷേ നമ്മൾ ഇടയ്ക്ക് വന്ന ഉത്തരവിൽ ഈ ഇൻസ്ട്രക്ടർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഉണ്ടാകണമെന്നൊരു നിർബന്ധം വന്നു. അപ്പൊ ഞങ്ങൾക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം നിയമം അനുസരിച്ചാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ചാണ് ഓരോ ഡ്രൈവിംഗ് സ്കൂളും പ്രവർത്തിക്കുന്നത്. അപ്പൊ നിയമവിരുദ്ധമായ ഒരു തീരുമാനത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പൊ ഞങ്ങൾ ആ കാര്യത്തിൽ വ്യക്തത വരുത്തി. ഇൻസ്ട്രക്ടർ ഡ്രൈവിംഗ് സ്കൂളിൽ ഉണ്ടാകും, അത് ഗ്രൗണ്ടിൽ വരണം എന്നത് പറയുന്നത് അനീതിയാണ്, അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് ഗതാഗത മന്ത്രി ഒരു തീരുമാനം ഉണ്ടാക്കി. ഇൻസ്ട്രക്ടർ ഡ്രൈവിംഗ് സ്കൂളിൽ ഉണ്ടെന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ഡ്രൈവിംഗ് സ്കൂളിൽ ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ ആ ആള് ടെസ്റ്റിന് ഗ്രൗണ്ടിൽ വരണ്ട എന്ന് തീരുമാനിച്ചു. നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഇൻസ്ട്രക്ടർ ഉണ്ടോ ഇല്ലെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുകയാണ്. ലൈസൻസ് ഒക്കെ പുതുക്കുമ്പം ഇൻസ്ട്രക്ടർ സാന്നിധ്യം അത്യാവശ്യമാണ് എല്ലാ കാര്യങ്ങളും. എന്തായാലും ആ വിഷയത്തിലും ഗതാഗത മന്ത്രി നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ അതുപോലെ ഒരു പ്രധാന ആവശ്യമായിരുന്നു, നമ്മുടെ ആര്യാടൻ മുഹമ്മദ് സാർ ഗതാഗത മന്ത്രിയായിരിക്കെ ഇൻസ്ട്രക്ടർമാരുടെ ഒരു വിഷയം വന്നു. കാരണം ഇൻസ്ട്രക്ടർമാരെന്ന് പറഞ്ഞാൽ പോളിടെക്നിക്കിലെ ഡിപ്ലോമ പാസ്സായവരോ
ടെക്നിക്കലായി ഒരു വർഷത്തിൽ കൂടുതലുള്ള കോഴ്സ് പാസ്സായവരായിരിക്കണമെന്നാണ് മോട്ടോർ വാഹന നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മളെ നാട്ടിൻപുറത്ത് ഡ്രൈവിംഗ് സ്കൂളുകളിൽ പരമാവധി ഒരു 15,000 20,000 രൂപ ശമ്പളത്തിന് നിങ്ങളെപ്പോലെ യുവതി യുവാക്കളായ ഈ ഡിപ്ലോമ ഹോൾഡേഴ്സ് ഒന്നും ജീവനക്കാരായി വരില്ല. നമ്മൾ വിളിച്ചാൽ ടാറ്റ മോട്ടോഴ്സ്, മാരുതി മോട്ടോഴ്സ് പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ 20,000 രൂപ ശമ്പളത്തിന് പോയാലും ഇപ്പോഴത്തെ യുവതലമുറ നമ്മുടെ സ്ഥാപനങ്ങളിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ അവരോടൊത്ത് പറഞ്ഞു, ഞങ്ങൾ അന്ന് ആര്യാട് മുഹമ്മദ് സാർ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളൊരു സംസ്ഥാന അടിസ്ഥാനത്തിൽ ശക്തമായ സമരങ്ങളും ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ നടത്തി. അന്ന് ഒത്തുതീർപ്പിന്റെ വ്യവസ്ഥയിൽ ഇതായിരുന്നു പ്രധാന വ്യവസ്ഥ. 5 വർഷത്തിൽ കൂടുതൽ പഠിപ്പിക്കുന്ന പാരമ്പര്യമുള്ള ആശാന്മാർക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ഒരു പരിശീലനം നൽകി. ആ പരിശീലനം നൽകുന്ന സർട്ടിഫിക്കറ്റിന് ഇൻസ്ട്രക്ടർ ലൈസൻസായി അംഗീകരിക്കണമെന്നത് അത് നമുക്ക് അംഗീകരിച്ച് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ CITU സംഘടനയുടെ ആ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ നിരന്തര ശ്രമഫലമായിട്ട് കിട്ടിയ ഒരു അംഗീകാരമാണ് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക്. നമുക്ക് തന്നെ ഇൻസ്ട്രക്ടർ ആവാം. വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും മോട്ടോർ വാഹന വകുപ്പിന്റെ ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇൻസ്ട്രക്ടർ ആവണം. അതിന് കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് വരെ ആ ഇൻസ്ട്രക്ടർ ട്രെയിനിങ്ങിന് ഫീസ് എന്ന് പറഞ്ഞ 3,000 രൂപയാണ്. ആ 3,000 രൂപ ഫീസ് ഏകപക്ഷീയമായിട്ട് 37,500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരു ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകാരൻ ആ ഒരു 15 ദിവസം ക്ലാസ്സിന് മാറി നിൽക്കുമ്പോൾ തന്നെ ഉള്ള ചെലവ്, അപ്പൊ ഈ ഫീസ് 37,500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അത് ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞു, ഇത്രയും വർധനവ്. അപ്പൊ അത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി അതിന്റെ കാര്യം മനസ്സിലാക്കുകയും നമുക്ക് 10,000 രൂപ താഴാക്കി തരാമെന്ന് പറഞ്ഞു. അത് ഈ സർക്കുലറിലില്ല. കാരണം ഈ സർക്കുലർ ഈ നമ്മുടെ ടെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട RTO ഉദ്യോഗസ്ഥർക്കുള്ളതാണ്. ഈ ക്ലാസ് നടത്തുന്നത് എടപ്പാളിലെ ഒരു സ്ഥാപനമാണ്, IDTR എന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ സ്ഥാപനമാണ്. അപ്പൊ നേരിട്ടൊരു സർക്കുലർ, അപ്പൊ അതിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ട 4 ആവശ്യങ്ങളിലും നമുക്ക് അനുയോജ്യമായ തീരുമാനങ്ങളാണ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ സംസ്ഥാന കമ്മിറ്റി കൂടിക്കൊണ്ട് 15 ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്നു വന്നിരുന്ന പ്രതിഷേധ ധർണാ സമരം അവസാനിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ആയത് നിങ്ങളെ ഇന്നലെ അറിയിക്കേണ്ടതായിരുന്നു. പക്ഷെ ഈ ഓർഡർ കയ്യിൽ കിട്ടാതെ നമ്മൾ നിങ്ങളടുത്ത് പറയുന്നതിൽ കാര്യമില്ല. അപ്പൊ ഇന്നാണ് അതിന്റെ സർക്കുലർ ഇറങ്ങിയത്. അതാണ് ഈ പത്രസമ്മേളനം നിങ്ങളെ വിളിച്ചത്. നിങ്ങളുടെ എല്ലാ സഹകരണം, മാധ്യമങ്ങളുടെ നല്ല ഒരു സഹകരണം ഈ സമരം തുടങ്ങിയ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ ചിലപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചവരായിരിക്കും. ഇങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾ ജീവിതത്തിൽ ഒരു ദിവസത്തെ ജീവിതത്തിന് വേണ്ടി പൊരുതി ജീവിക്കുന്നവരെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ ബുദ്ധിമുട്ടിലാണ് അവരുടെ ജീവിതം. അപ്പൊ ഇങ്ങനെ ഒരു വിഭാഗം ജനങ്ങളുണ്ട്, അവരുടെ ജീവിതമുണ്ട്. അതുകൂടെ നിങ്ങളെ എഴുത്തുകളിലും നിങ്ങളുടെ മാധ്യമ ചർച്ചകളിലും എല്ലാം വരണം. അവരുടെ കുറവുള്ള അവരുടെ ജീവിത വൃത്തി കഴിഞ്ഞുകൂടാൻ പറ്റാത്ത സാഹചര്യം സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ പരിശ്രമം അവർക്ക് വേണ്ടി ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അറിയിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിയിച്ചിരിക്കുക. KSRTC എന്നല്ല, ആര് പുതുതായി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നതിന് ഞങ്ങൾ എതിരല്ല. KSRTC ഒരു പൊതുമേഖലാ സ്ഥാപനം. ആ സ്ഥാപനം നടന്നു പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. അതൊക്കെ നിങ്ങൾക്കറിയാം, ഞങ്ങൾ പറയാം. അവർ എന്ത് ഗവൺമെന്റ് ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. ഗവൺമെന്റ് ഇങ്ങനെ തുടങ്ങാൻ പൊളിക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണ് അതിന്റെ ഉദ്ഘാടനം. ഞങ്ങൾക്ക് അതിലെ എതിർപ്പൊന്നുമില്ല, സ്വാഗതം ചെയ്യേണ്ട കാര്യവുമില്ല. ഞങ്ങൾക്ക് എതിർപ്പില്ലെന്ന് പറയാൻ കാരണം KSRTC തുടങ്ങുന്ന ഒരു സ്ഥാപനത്തിൻ്റെത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം 40,000 50,000 ശമ്പളം വാങ്ങുന്ന 2 മെക്കാനിക്കും 40,000-ത്തിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന 2 ഡ്രൈവർമാരെയൊക്കെയാണ് ഇപ്പോഴേ ഞാൻ അറിഞ്ഞത് സ്റ്റാഫായിട്ടൊക്കെ വച്ചിരിക്കണം. ഞാൻ നടത്തിക്കൊണ്ട് കേരളത്തിൽ ആരും ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നില്ല. അത് പ്രൈവറ്റിലായാലും പുതുതായി ഡ്രൈവിംഗ് സ്കൂളുകൾ വരുന്നതിന് ഞങ്ങൾ എതിരല്ല.